ഹായ് നമസ്കാരം. അപ്പോൾ വെൽക്കം ടു ദി ചാനൽ. ഇത് എൻ്റെ ഫസ്റ്റ് ചാനലാണ്, എൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യുഎയിലെ ലേബർ ആൻഡ് എമിഗ്രേഷൻ നിയമങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ കറൻ്റ്ലി ഓഗസ്റ്റിൽ വരാൻ പോകുന്നത്, ഓഗസ്റ്റ് 1 നാളെ മുതൽ വരാൻ പോകുന്ന 2-3 ചെറിയ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പുതിയ അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കുമായിട്ട്. പിന്നെ ഇതിൽ ഞാൻ ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങളും ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ചെയ്യുക. പിന്നെ ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പുതിയ ചേഞ്ചസ് ഓഗസ്റ്റിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങളാണ് മെയിനായിട്ട് ചേഞ്ച് ആയിട്ടുള്ളത്. അതായത് ഇവയിൽ ഇപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരാൻ പോകുന്ന 3 ചേഞ്ചസ് ആണ്. അപ്പോൾ ആ ചേഞ്ചസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലിമിറ്റേഷൻ ഓഫ് ലേബർ ക്ലെയിം സസ്പെൻഡഡ് ടു 2 years. അതായത് അപ്പോൾ അതിൽ ഫസ്റ്റ് ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേബർ ക്ലെയിംസിൻ്റെ ഡിപ്പെൻഡ് ആയിട്ടാണ്. ലേബർ ക്ലെയിംസ്, അതായത് ഇപ്പോൾ ഒരു എംപ്ലോയി റിസൈൻ ചെയ്തു അല്ലെങ്കിൽ ടെർമിനേഷനായി. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 year ആയിരുന്നു അയാൾക്ക് മാക്സിമം കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ എൻഡ് ഓഫ് സർവീസിൽ കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് 1 month അതായത് 1 year ആയിരുന്നു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ 2 year വരെ ആക്കി. അതാണ് മെയിൻ ഡിഫറൻസ്. അതും ഈ 1 year കംപ്ലയിൻറ്റ് കൊടുക്കാമെന്നുള്ളത് പോലും മിക്ക പേർക്കും മുന്നേ അറിയാത്തൊരു സംഭവമാണ്. അപ്പോൾ അത് ഇപ്പോൾ 2 year ആക്കിയത്. ഇപ്പോൾ ടെർമിനേഷൻ, റെസിഗ്നേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഹോൾഡായിട്ട് ഇപ്പോൾ കമ്പനി അക്കോമഡേഷനിലോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ താമസിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ക്യാൻസലേഷൻ നമുക്ക് പെട്ടെന്ന് വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ ക്യാൻസലേഷൻ ഈ എൻഡ് ഓഫ് സർവീസിൻ്റെ ഇഷ്യൂ കാരണം അങ്ങനെ ഹോൾഡായി കിടക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പറയുകയാണ് ഓക്കെ, നമ്മൾ എൻഡ് ഓഫ് സർവീസ് നമ്മൾ സൈൻ ചെയ്തു, അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക് ക്യാൻസലേഷൻ പേപ്പറും കിട്ടി. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു 2 year ടൈം പീരീഡ് ഉണ്ട്, ഫ്രെയിം ഉണ്ട്. അതായത് നമ്മുടെ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ ആ സമയത്തൊരു ഇത് പറ്റി കാൽക്കുലേഷനിൽ ചേഞ്ചസ് ഉണ്ടായിരുന്നു എന്നുകൊണ്ട് നമുക്ക് 2 year വരെ നമുക്ക് സമയമുണ്ട്. ആ 2 year കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. ആ 2 year ടൈം പീരീഡിനുള്ളിൽ തന്നെ നമുക്ക് കേസ് കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്നാണ് പുതിയ നിയമത്തിൽ വന്നിട്ടുള്ള ഭേദഗതിയിൽ പറയുന്നത്. അതാണ് ഫസ്റ്റത്തെ ചേഞ്ച്. അത് 1 year ആയിരുന്നു മുന്നേ, ഇപ്പോൾ അത് 2 year ആയി. പക്ഷേ മിക്ക പേർക്കും അത് അറിയാത്തൊരു സംഭവമാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ചേഞ്ച്. പിന്നെ സെക്കൻഡ് ചേഞ്ച് വന്നിട്ടുള്ളത് എന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ, അതായത് നോ അപ്പീൽ ഫോർ കേസ് അണ്ടർ 50,000 ഫയൽ എ കേസ് വിത്ത് കോർട്ട് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഇൻസ്റ്റെഡ്. ഓക്കെ, അതായത് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കേസ് ആയിക്കോട്ടെ, ഇപ്പോൾ ലേബറായിട്ട് ഡിപ്പെൻഡ് ആയത് നമ്മൾ ലേബറിലൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ 7 to 10 working ഡേയ്സിലാണ് അവർ കേസ് രജിസ്റ്റർ ചെയ്യുക. കേസ് രജിസ്റ്റർ ചെയ്തിട്ട് മിനിസ്റ്റർ നമ്മുടെ ഭാഗം കേട്ട് അതിന് ശേഷം കോർട്ടിലേക്ക് ഡയറക്റ്റ് പ്രോസസ് ചെയ്യലായിരുന്നു മുന്നത്തെ നിയമം. അതിപ്പോൾ മാറിയിട്ട് ഇപ്പോൾ എന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ, അതായത് കോമ്പൻസേഷനോ അല്ലെങ്കിൽ ജോബ് ഓഫർ കൊടുത്ത് കമ്പനി പറ്റിക്കുക, അല്ലെങ്കിൽ ജോബ് ഓഫർ കൊടുത്തിട്ട് വിസ കൊടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ വിസ കൊടുത്തതിന് ശേഷം ജോലി ഇല്ല എന്ന് പറയുക, അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ കേസ് രജിസ്റ്റർ ആക്കുമ്പോൾ മിനിസ്ട്രി തന്നെയാണ്, അതായത് മോദി തന്നെയാണ് ഫസ്റ്റ് ഹിയറിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. അത് 50,000 അടിയിലാണെങ്കിൽ ആ സെറ്റിൽമെൻറ്റ് മിനിസ്ട്രിയിൽ തന്നെ, മോദിയിൽ തന്നെ അവർ തീർപ്പ് കൽപ്പിക്കും. അതല്ല 50,000 മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് കോർട്ടിലേക്ക് അവർ ഫോർവേഡ് ആക്കുകയും ചെയ്യും. പിന്നെ കോർട്ടിൽ ഒരു ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പീൽ പോകാൻ പറ്റില്ല. അതാണ് സെക്കൻഡിൽ അവർ പറയുന്നത്. അതായത് 50,000
അടിയിലുള്ള കേസ് മിനിസ്ട്രി തന്നെയാണ് പരിഹരിക്കേണ്ടത്. ഓക്കെ, കോമ്പൻസേഷനും കാര്യങ്ങളും എന്താണെങ്കിലും അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമാണ് ഇത് കോർട്ടിലേക്ക് പോവുക. പക്ഷേ കോർട്ടിലേക്ക് ഫൈനൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് മോദിയിൽ നിന്ന് 50,000 കോമ്പൻസേഷനിൽ നിങ്ങൾക്ക് തൃപ്തിയാവണില്ല എന്ന് കരുതി കഴിഞ്ഞാൽ ഒരു മാക്സിമം 50 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ജഡ്ജ്മെൻറ്റ് കോർട്ടിലേക്ക് ഫോർവേഡ് ആക്കും. അതായത് മിനിസ്ട്രിക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഫോർവേഡ് ആക്കും കോർട്ടിലേക്ക്. പക്ഷെ കോർട്ടിൽ പോയിട്ട് ഹിയറിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുന്നൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടല്ലോ, ആ ജഡ്ജ്മെൻറ്റിന് പിന്നെ അപ്പീൽ പോകാൻ പറ്റില്ല. ആ ജഡ്ജ്മെൻ്റ് ആയിരിക്കും ഫൈനൽ. അത് ചിലപ്പോൾ എംപ്ലോയിക്ക് സാധകമായിരിക്കാം, അല്ലെങ്കിൽ എംപ്ലോയർക്ക് സാധകമായിരിക്കാം. പക്ഷേ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ ഒരു ജഡ്ജ്മെൻറ്റ് ഇല്ല. അതിന് പിന്നെ വേറൊരു ഫൈനൽ അപ്പീലിന് വേറെ പോകാനും പറ്റില്ല എന്നാണ് സെക്കൻഡ് വന്നിട്ടുള്ള അപ്ഡേറ്റ്. പിന്നെ തേർഡ് അപ്ഡേറ്റ്, ഇൻക്രീസ് ഫൈൻ ഫോർ ലേബർ വയലേഷൻ. ഇതൊരു മെയിൻ സംഭവമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് എന്താ പറയുക, വിസിറ്റിങ്ങിന് വരും, വിസിറ്റിംഗ് വിസയിൽ വരും. അവർക്ക് വിസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ജോബ് ഓഫർ മാത്രം കൊടുത്ത് അവരെ പണിയെടുപ്പിക്കും. എന്നിട്ടൊരു 3 മാസമോ 2 മാസമോ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അവർ വിസയില്ല, വിസയുടെ പ്രശ്നം മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാറ്റഗറി വരുമ്പോൾ അതിലൊരു ലേബർ ഇൻസ്പെക്ഷനോ മറ്റുള്ള കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കമ്പനിയുടെ മേലിലും ഫൈൻ കിട്ടും, എംപ്ലോയിക്കും ഫൈൻ കിട്ടും. മിക്കപേരും ധാരണ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് മാത്രമേ ഫൈൻ കിട്ടുന്നതാണ്. പക്ഷേ കമ്പനിക്ക് മാത്രമല്ല, പണിയെടുത്ത ആൾക്കും ഫൈൻ കിട്ടും. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റാണ്. പിന്നെ വിത്തൗട്ട് ലേബർ കാർഡ് പണി ചെയ്യാൻ ഒരു കാരണവശാലും എംപ്ലോയി മുതിരരുത്. പിന്നെ ചിലർ പറയും നാട്ടിൽ നിന്ന്, അതായത് കമ്പനി തന്നെ വിസിറ്റേഴ്സ് എടുത്ത് കൊടുത്ത് ഇവിടെ വന്നിട്ട് പണിയെടുപ്പിക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെയുള്ളതിലൊന്നും പണിയെടുക്കാണ്ടിരിക്കുക, മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതായത് ഒരു വിസ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴൊരു കമ്പനിക്ക് വേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മന്ത് പോലും വേണ്ട ഒരു വിസ എടുത്ത് ചേഞ്ച് സ്റ്റാറ്റസ് ചെയ്യാൻ. അപ്പോൾ മെയിനായിട്ട് അവരുടെ അടുത്ത് പറയാം, ജോബ് ഓഫർ കിട്ടിയ കഴിഞ്ഞാൽ തന്നെ വിസ ആക്കാൻ പറയാം, ലേബർ കാർഡ് ആക്കാൻ പറയാം. ഈ രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കാം. എങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിക്കും ഫൈൻ കിട്ടും, എംപ്ലോയിക്ക് ഫൈനും കിട്ടും, പ്ലസ് ബാനും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഡീപ്പോർട്ടേഷൻ ഉള്ളതാണ്. കാരണം 1-2 കേസ് എനിക്ക് പേഴ്സണലി അറിയാം, അങ്ങനെ ഡീപ്പോർട്ട് ആക്കിയിട്ടുമുണ്ട്. അപ്പോൾ മെയിനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതാക്കാൻ നോക്കുക. ഇതിലിപ്പോൾ എംപ്ലോയറിനാണെങ്കിൽ അവർ പറയുന്നത് 1 മില്യൺ വരെ ഫൈൻ ചെയ്യാമെന്നാണ് മൂന്നാമത്തെ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ മെയിൻ പോയിൻറ്റ്സ്. ഈ 3 പോയിൻറ്റ്സാണ് ഇപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. അതായത് ഇത് എഫക്റ്റീവാണ്. അതായത് 1 മുതൽ ഇതാണ് നിയമം. മുന്നത്തെ നിയമങ്ങൾ മാറി. അപ്പം മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ റെസിഗ്നേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ ടെർമിനേഷൻ കഴിഞ്ഞ് കേസ് കൊടുക്കാനുള്ള ടൈം പീരീഡ് 1 വർഷം എന്നുള്ളത് 2 വർഷമാക്കി. അത് പിന്നെ രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 അടിയിലുള്ള കേസുകൾ മിനിസ്ട്രി തന്നെയാണ് പരിഹരിക്കുക. അത് പരിഹരിക്കാൻ പറ്റുകയെന്ന് കരുതി കഴിഞ്ഞാൽ അവർ അത് ഫോർവേഡാക്കി കോർട്ടിലേക്ക് കൊടുക്കും. കോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഫൈനൽ ജഡ്ജ്മെൻറ്റാണ്. അതിന് മുകളിലൊരു അപ്പീൽ പോകാൻ പറ്റില്ല. തേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ വയലേഷൻസിൽ ഫൈൻസ് ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എംപ്ലോയർക്ക് 1 മില്യൺ വരെ ഫൈനും കിട്ടും. എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫൈനും പ്ലസ് ബാനും കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ഘടകങ്ങൾ. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഫോളോ അപ്പ് കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ മുഖാന്തരമോ അല്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താലോ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് ഫസ്റ്റ് ഇതായ കാരണം ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ക്ഷമിക്കുക.